ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷും ഹരീഷും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുക. അപ്പം നിധിയെ സ്വന്തമാക്കാൻ വേണ്ടി സുധീഷ് ഒരുക്കിയ ഒരു ഇൻ്റലിജൻറ്റ് ട്രാപ്പിനെ പറ്റിയൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയം നമ്മുടെ സുധീഷിനെയും ഹരീഷിൻ്റെ അടുത്തേക്ക് ഒരു ചേട്ടൻ വരുന്നു. ഹലോ എന്നും പറഞ്ഞു. ഇന്നെന്താ രണ്ടുപേരും? അപ്പോൾ അതെ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 20 മിനിറ്റ് ആയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീഷ് പറയാം. അല്ല, എന്തിനാണ് വിളിച്ചത്? അത് പിന്നെ അതെ, എന്തിനാ വിളിച്ചതെന്നോ? അപ്പം കല്യാണത്തിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിച്ചു. നിങ്ങളല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിച്ച് മതിയെന്ന് പറഞ്ഞത്. അപ്പം എന്നിട്ട് ഇപ്പോൾ നാളെ എത്രയായി? വീണ്ടും തുടങ്ങണമെങ്കിൽ നിങ്ങളല്ലേ പറയേണ്ടതെന്ന് ആ ചേട്ടൻ ചോദിച്ചു. സാർ അതിന് വേണ്ടി കത്ത് വെക്കായിരുന്നോ? എന്നാൽ പിന്നെ പറഞ്ഞിരിക്കുന്നു, എത്രയും പെട്ടെന്ന് തന്നെ സുഭാഷ് പറ്റുന്ന ഒരു പെണ്ണിനെ കണ്ടെത്തിയേക്കണം. അപ്പം ഏറ്റവും എന്ന് ചേട്ടൻ മുമ്പത്തെ പോലെ നടക്കാതെ പോകരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പം, അതെ, എനിക്ക് ബന്ധം കണ്ടെത്തി കൊണ്ടുവരാനേ കഴിയുള്ളൂ, അല്ലാതെ ഇഷ്ടപ്പെടുത്താനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. കൊണ്ടുവരുന്ന പല കേസുകളും നാട്ടിൽ അന്വേഷിക്കുന്നതോടെ അവർ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകും. അവസാനം ശരിയായിട്ട് വന്ന ഒരെണ്ണം നിങ്ങളുടെ ചേട്ടൻ്റെ പിടിവാശി കാരണം ആലസി പോവുകയും ചെയ്തു. അയ്യോ, പഴയ കഥയൊന്നും പറയണ്ട, ഇപ്പം വീടിൻ്റെ അവസ്ഥയൊക്കെ ആകെ മാറിയിട്ടുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞു. ഹരീഷിനെ പെൺകുട്ടി റെഡിയായിട്ട് നിൽക്കുക, നല്ല സുന്ദരി കുട്ടി. ഇനി സുഭാഷേൻ്റെ കല്യാണം കൂടി ഒന്ന് കഴിഞ്ഞാൽ മതി. ശരി, നമുക്ക് നോക്കാം കേട്ടോ എന്നും പറഞ്ഞാൽ ചേട്ടൻ അങ്ങനെ കുറച്ച് പൈസയും ചേട്ടൻ്റെ പോക്കറ്റിൽ വെച്ച് കൊടുത്തു. അവർ പറഞ്ഞു വിട്ടു, ഒരു 500 പോയി കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് ദാടാ നിൻ്റെ അളിയും വരുന്നിട്ടാ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. അഖിലത് വഴി വന്നപ്പം അത് വിടാൻ പറഞ്ഞു ഹരീഷ്. അനിയൻ്റെ അളിയനെ കണ്ടിട്ട് കുശലം ചോദിക്കാതെ വിടാൻ പറ്റുമെന്ന് പറഞ്ഞു. സുധീഷ് ഇങ്ങനെ നിൽക്കും. ഇവനിങ്ങനെ ഇവരെ തന്നെ തുറച്ച് നോക്കി സൈഡ് വഴി അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ സുധീഷ് ഇങ്ങനെ നിൽക്കുന്നു. കുളത്തട്ടേന്ന് ചോദിച്ചു. കൊളത്തിക്കോ എന്ന് പറഞ്ഞു നമ്മുടെ ഹരീഷ്. ഹലോ ആളിയാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു. പോയവൻ തിരിഞ്ഞ് ഇവരിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. ചതവുകളും നീരുകളൊക്കെ മാറിയോന്ന് ചോദിച്ചു. എന്താടാ പരിഹസിക്കാണോ എന്ന് ചോദിച്ചു അഖിൽ. അനിയൻ്റെ അളിയനെ കണ്ടപ്പോൾ സുഖവരം തിരക്കിയതാണേ എന്ന് സുധീഷ്. പുറത്ത് നീ നന്നായിട്ട് പണിയുന്നുണ്ടെന്ന് എനിക്കറിയാം. അവളെ കൊണ്ട് പോലീസിനെ വിളിപ്പിച്ചതിൻ്റെ ബുദ്ധിയും നിൻ്റേതാണെന്ന് എനിക്കറിയാം. പക്ഷേ അതുകൊണ്ടൊന്നും നിനക്ക് അവളെ കിട്ടുമെന്ന് കരുതണ്ട. അപ്പം നിനക്ക് ഇപ്പോഴും നിൻ്റെ അനിയത്തേനെ മനസ്സിലായിട്ടില്ലടാ മോനെ. അവൾ നീ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണ്ട, നീ തോറ്റു പോകുമെന്ന് പറഞ്ഞു ഹരീഷ്. അരെപ്പ എന്നും പറഞ്ഞു നമ്മുടെ സുധീഷ്. കണ്ടില്ലടാ, ഇതാണ് കാമുകിയോടുള്ള അചഞ്ചലമായ വിശ്വാസം. എടാ, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഇവൻ അവളെ കെട്ടിയിരിക്കും, അതിനൊരു സംശയവും വേണ്ട. നമുക്ക് നോക്കാം എന്നാ അഖില്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അത് നടക്കില്ലടാന്നായി സുധീഷ്. അപ്പം പിന്നെ കാര്യങ്ങൾ സിമ്പിളായല്ലോ. നിന്നെ അങ്ങ് വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് തീർന്നില്ല എൻ്റെ ഹരീഷ് എന്ന് സുധീഷ് അല്ലേ. അതിപ്പോൾ കോഴിയെ കൊല്ലുന്നത് പോലെയാണോ അതോ പോത്തിനെ വെട്ടുന്നത് പോലെ വേണമെന്ന് തീരുമാനിച്ചാൽ മാത്രം മതിയെന്ന് ഹരീഷ്. ഇപ്പോൾ കാണിച്ചൊരാളെന്ന് പറഞ്ഞ് തീർന്നില്ല. ഹരീഷ് ഒരൊറ്റ തള്ളായിരുന്നു അഖിലിനെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 1ഉം 2ഉം പറഞ്ഞ് ഇവർ പറഞ്ഞു, നിന്നെ വെറുതെ വിടില്ലടാ, അവളെ നിനക്ക് കിട്ടില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷിനെ വെല്ലുവിളിക്കുക അഖിൽ. അപ്പോൾ അവിടെ കൊണ്ടാക്കിയത് ഞാനാണെങ്കിൽ അവളെ തിരിച്ചിറക്കാനും എനിക്ക് പറ്റും, അത് നീ ഓർത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പോകുന്നു. ഈ സമയത്ത് നീതു തന്നെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ ടിവിയും കണ്ട് ചോറും ഉണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് അഖിൽ കയറി വരുന്നത്, ഈ TV ഓഫ് ചെയ്യുന്നതും. അപ്പോഴത്തേക്കും എന്തിനാ ഇപ്പം നീ അത് ഓഫ് ചെയ്തതെന്ന് ചോദിച്ചു. പാട്ട് നിനക്ക് കേൾക്കാൻ വേണ്ടി മാത്രം വെച്ചത്, നാട്ടുകാരെ മുഴുവൻ നീ കേൾപ്പിക്കണമെന്ന് ചോദിച്ചു. അപ്പം നീ TV കാണുമ്പോൾ ഇതിൽ ശബ്ദം ഉണ്ടാകാറുണ്ടല്ലോ എന്ന് നീതു പറഞ്ഞു. പറയുന്നത് കേട്ടില്ല അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നീതു. അപ്പം അമ്മ ഒന്നും മിണ്ടുന്നില്ല. നമ്മളെല്ലാവരും ടെൻഷനാക്കിയിട്ട് അവൾ മാത്രം അങ്ങ് സുഖിച്ചിരുന്നങ്ങ് ഉണ്ണുവാണെന്ന് പറഞ്ഞു. നീ ടെൻഷൻ ആവുന്നതിൽ ഞാൻ എന്നെ ചെയ്യണമെന്ന് ചോദിച്ചു. നിന്നെ കാണുമ്പോഴേ എനിക്ക് അറപ്പ് വരുവാണ് അഖില്. അതേടാ, നിന്നെ കാണുമ്പോഴേ ഛർദ്ദിക്കാൻ വരും എനിക്ക്, ഛർദ്ദിക്കാൻ. അച്ഛനുണ്ടാക്കുന്ന തിന്നു മുടിക്കാൻ ഒരു ആൺകുട്ടി പോടാ എന്നും പറഞ്ഞ് നീതു. അപ്പോഴത്തേക്ക് അഖില അടിക്കാൻ കൈയൊങ്ങി. വാടാ, വന്ന് അടിക്കടാ നീ അടിക്ക്. ഹലോ ശാന്തി മാഡം, ഒറ്റ വിളി, നീ തീർന്നു കഥം. കലാസ് എന്നും പറഞ്ഞ് നീതു ഇങ്ങനെ നിൽക്കുക കേട്ടോ. അമ്മയും അച്ഛനും ഇങ്ങനെ താഴേക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ നിൽക്കാം. ഇന്ന് ഇവള് ഹരീഷിനെ പോയി കണ്ടിരുന്നു, അറിയോന്ന് ചോദിച്ചു. എന്നും പറഞ്ഞ് അന്ത് വിട്ടു. ഇന്നും പോയി കണ്ടെന്നാ? അപ്പം ഞാൻ ഇന്നലെയും ഇന്നും ഹരീഷിനെ കണ്ടു, നാളെയും കാണും, ഇനി ദിവസവും കണ്ട് സംസാരിക്കും. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നീതു. എടീന്നും പറഞ്ഞ അഖില് ചവിട്ടാനൊന്നും വേടാ എന്നും പറഞ്ഞ് അച്ഛൻ വിളിച്ചു കേട്ടോ. ഒന്ന് പോടാ അവിടെ നിന്നും പറഞ്ഞ് നീതു ഇരിക്കുവാണ്. അവനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നീ എന്തെങ്കിലും ചെയ്താൽ അവൾ പോലീസിനെ വിളിക്കും, പിന്നെ അത് അതിനേക്കാളും വലിയ പ്രശ്നമാകുമെന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്തു. എന്തിനാ വെറുതെ പോലീസ് വന്നതെന്ന് നാട്ടുകാർ ചോദിക്കും. ഇവള് കേസ് കൊടുത്തിട്ടാണെന്ന് അറിഞ്ഞാൽ അത് വേറെ നാണക്കേട്. അതെ, ഇവൾക്ക് ഇവളുടെ ഇഷ്ടം പോലെ ജീവിക്കാം, അതിനുവേണ്ടി നമ്മൾ ജയിലിൽ കിടത്താനും ഇവള് മടിക്കത്തില്ല എന്ന് പറഞ്ഞായി പിന്നെ അമ്മ. അപ്പം അത് കേട്ടപ്പോൾ നീതു ശരിയാന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ പോയ ഇവൾക്ക് ഇവളുടെ ഇഷ്ടത്തിനകത്ത് ജീവിക്കാമല്ലോ, അതിനുവേണ്ടി ഇവൾ ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അമ്മയും അച്ഛനും ആങ്ങളെയും പെങ്ങളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു. ലാസ്റ്റ് നീതു ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ലെന്ന് പറഞ്ഞ് ആ പാട്ടും വെച്ച് നല്ല സ്വന്തമായിട്ട് ചോറ് കൊണ്ടുകൊണ്ടിരിക്കുന്നു. അമ്മ തലയ്ക്കും കൈ കൊടുത്ത് മോളെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയായി. നമ്മുടെ സുധീഷ് അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കും. ഞാൻ നോക്കിയിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞപ്പോൾ നിധിയും നികേഷും അവിടെ നിൽപ്പുണ്ട്. ഇതെന്താടാ നിൻ്റെ ചേട്ടൻ ഇത്രയ്ക്ക് സംസാരിക്കാൻ, വല്ല ബിസിനസ്സുകാരെ സംസാരിക്കണമെന്ന് ഇത് ചോദിച്ചു. ആരാ
ഏട്ടത്തിക്ക് വേറെ പണിയൊന്നുമില്ലേ, ആരോടെങ്കിലും വെച്ച് കത്തി വെച്ചോണ്ടിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഹരീഷ് വന്നു. ഹരീഷേട്ടാ, അതെ ഹരീഷേട്ടൻ രാത്രി ഫോൺ വിളിച്ചോ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ പറയുക വേറെന്താ ആ വാക്കുകളൊക്കെ ഒന്ന് മാറ്റി പിടിക്കട്ടോ, കേട്ടിട്ട് ബോറടിക്കുന്നു. അതാണേ നികേഷ് വേണ്ട 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 എന്നും പറഞ്ഞ് ഹരീഷ് ഇങ്ങനെ നിൽക്കുന്നു. എന്താ ഹരീഷേ, മറുപടി ഒന്നും ഇല്ലല്ലോ, ഉണ്ടാവത്തില്ല. അപ്പൊ നീതുവിന്റെ വീട്ടിലേ അവളെ ആരെങ്കിലും അടിച്ചോ ഉപദ്രവിച്ചോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു. ഇവൻ ഉറങ്ങാതിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അല്ല ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നില്ലട കള്ള, ഇനി ഞാൻ റോട്ടിൽ പോയി വിളിച്ചോളാവുന്നു ഹരീഷ്. പ്ലീസ് ദേവി ഇതങ്ങനെ ചെയ്താൽ മതി, ചെവിക്ക് കുറച്ച് സ്വൈര്യം കിട്ടുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ് ആ സമയത്ത് ഫോൺ വിളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. സുധീഷ് അപ്പോൾ ആരാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ബ്രോക്കറാണ് വിളിച്ചത്. ഏതോ ഒരു പുതിയ ബന്ധം ഒത്തു വന്നിട്ടുണ്ട്, പക്ഷെ ഒരു വിഷയമുണ്ട്, പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ആദ്യം ജാതകം കാണണമെന്ന്. സുഭാഷ് ഏട്ടന് ജാതകം ഉണ്ടോ? നിനക്കല്ല പിടിയോടോ സുരേഷ് എന്ന് ചോദിച്ചു സുധീഷ്. എനിക്കെങ്ങനെ അറിയാം, ഈ വീട്ടിൽ ആർക്കും ജാതകം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പം അത് ശരിയാ, എല്ലാ ഗ്രഹങ്ങൾക്കും നിലതെറ്റിയ സമയത്താണല്ലോ നമ്മൾ ജനിച്ചതെന്ന് നികേഷ്. പിന്നെ എങ്ങനെ ഗ്രഹങ്ങളും അല്ലെങ്കിൽ ജാതകമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അകത്തുള്ള പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നീതി ചോദിച്ചപ്പോൾ അതിനൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ പുറത്തിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് സുഭാഷ് കയറി വരിക. അച്ഛനോട് ചോദിച്ചു നോക്കിയാലോ? ഫസ്റ്റ് ഞങ്ങേർക്കൊന്നും അറിയാനൊന്നും പാടില്ലായിരിക്കും, ജാതകം നമുക്കൊന്ന് തപ്പിയെടുത്താലോ, പെൺവീട്ടുകാർക്ക് ഒരോട് ഇച്ചിരി സാവകാശം ചോദിക്കണമെന്ന് നീതി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും സുഭാഷ് എല്ലാവരും കൂടെ സഭ കൂടിയിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. എന്താ സുഭാഷ് ഏട്ടാ, എല്ലാവർക്കും കൂടി സംസാരിക്കാൻ പാടില്ലെന്ന് വല്ലതും ഉണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞു, എല്ലാവരും കൂടെ നേരത്തെ വീട്ടിലെത്തുക പതിവില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് കൈയും കാലും കഴിയട്ടെ എന്ന് പറഞ്ഞു സുഭാഷ്. മോളെ ഓഫീസ് വന്നിട്ട് കാപ്പി കുടിച്ചോ? ഞാനും നികേഷും കുടിച്ചെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. സുഭാഷ് അകത്തേക്ക് കയറിപ്പോയി. നമുക്ക് ഈ കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ സുഭാഷ് കൈയും കാലും കഴുകിയിട്ട് വന്നു. സുഭാഷിന് ജാതകം ഉണ്ടോ എന്ന് ചോദിച്ചു സുഭാഷ് വന്നപ്പം. എന്തിനാടാ ഇപ്പം? അല്ല വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, ഞങ്ങൾ വെറുതെ ഇങ്ങനെ സംസാരിച്ചോണ്ടെന്നപ്പോഴേ ജാതകത്തിൻ്റെ ടോപ്പിക്ക് കയറി വന്നേ, ഇവിടെ ആർക്കെങ്കിലും ജാതകം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാണെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് അച്ഛൻ പുറത്തിരുന്ന് പാട്ട് പാടാനും തുടങ്ങി. അങ്ങനെ അദ്ദേഹം പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല, നമുക്ക് വേണേൽ അച്ഛനോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി സുഭാഷേട്ടനും ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ സുഭാഷ് അച്ഛനോട് ചോദിക്കാൻ ചെല്ലുന്നു. അച്ഛനകത്തേക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താടാ ഒന്ന് വാച്ചാന്ന് പറഞ്ഞു. അച്ഛനാണെങ്കിൽ കുടിച്ച ഗ്ലാസ്സും അവിടെ വെച്ച് വലിച്ചുകൊണ്ടിരുന്ന വീടിയും വലിച്ചു തീർത്തിട്ടാണ് അതേക്ക് കയറി ചെല്ലുന്നത്. എന്താ ചോദിക്കാനുള്ളത്? വേഗം ചോദിക്കാൻ പറഞ്ഞു. അത് പിന്നെ ഞങ്ങൾക്ക് ജാതകം ഉണ്ടോ എന്ന് ചോദിച്ചു. ജാതകമോ? അയ്യോ മനസ്സിലായില്ലായിരിക്കും, ഇംഗ്ലീഷിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ഇങ്ങനെ പറയണം. ആ സമയം നിങ്ങൾക്ക് ആർക്കും ഒരു ജാതകവും ഇല്ല, കാരണം ഞാൻ ആണ് കാരണവരോട് മര്യാദ കാണിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മുടെ അച്ഛൻ നിന്നിങ്ങനെ പറയുന്നു. അങ്ങനെ ഇവരെ അച്ഛനോട് ജാതകത്തെ പറ്റി തലങ്ങും വിലങ്ങും കിടന്ന് ചോദിച്ചു. അങ്ങ മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ ആരുടെയും തലയിലെഴുത്ത് കാശിന് കൊള്ളൂലെന്നും അത് തന്നെയാണ് പ്രശ്നം, വെരി ബഡ് പോരെ എന്ന് അച്ഛൻ ഇങ്ങനെ ചോദിക്കണം. ഇവരെന്തിനും പറഞ്ഞ് നിൽക്കാം, നിങ്ങൾക്ക് കൊള്ളാവുന്ന ഒരു ജോലി, കൊള്ളാവുന്ന ഒരു ജീവിതം ഒക്കെ കഷ്ടിയ, കല്യാണയോഗം തീരെ ഇല്ല എന്നും അച്ഛൻ പറഞ്ഞു. ഇനി അഥവാ കഴിഞ്ഞാലും അനുഭവിക്കാനുള്ള യോഗവും കാണില്ല, എന്താ പോരേന്ന് ചോദിച്ചു. സൂപ്പറായി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക മക്കള്. എൻ്റെ പൊന്നെ, സമാധാനത്തോട് കുടിച്ചുകൊണ്ടിരുന്നവനെ വിളിച്ചു വരുത്തി ചോദിക്കാൻ കണ്ട ചോദ്യം കാര്യം എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കാം. നേരം പോയി എന്ന് പറഞ്ഞ പാട്ടും പാടി അച്ഛൻ അവിടെ നിന്ന് അങ്ങ് പോയി. എന്തായാലും നമുക്ക് ഇങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ, ജാതകം ഒന്ന് നോക്കാം. ഒരാളെ എനിക്കറിയാം, ഓഫീസിലുള്ളവരുടെ ജാതകമൊക്കെ നോക്കി ഫ്യൂച്ചറിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെയുള്ളവരുടെ ജാതകം നോക്കാം എന്നതാ സുധീഷ് ചോദിച്ചു. അപ്പം സുഭാഷ് ചോദിച്ചു, എന്തിനാ ഇപ്പം ധൃതിപ്പെട്ട് നോക്കുന്നു? അപ്പം അതിലൊന്നും വലിയ കാര്യമില്ല മോളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഭാഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. സുഭാഷ് ആ ഫോണിന് എടുക്കുക. അപ്പോൾ അയ്യോ ഇവിടെ കൂടിയതിൻ്റെ കൂടെ ഏട്ടത്തേക്ക് എന്തായാലും കാണാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ്. എന്താ? അല്ല നല്ല കള്ളം പറയാനൊക്കെ പഠിച്ചേ, അതാ പറഞ്ഞതെന്ന് നികേഷ് പറയാം. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് നിധി ചോദിച്ചു. ഇനിയിപ്പം നല്ല അലയൻസ് ആണെങ്കിൽ കാര്യം പറഞ്ഞാൽ നടക്കാതെ പോവുമോ? ജാതകം ഇല്ലയെന്ന് പറഞ്ഞാൽ പോരെയെന്ന് ചോദിച്ചു ഹരീഷ്. അതെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവരുടെ ജാതകക്കാര്യം കേട്ടതും അവരുടെ കിളി പോയി കേട്ടോ. ഇതങ്ങനെ വിട്ടുകളയാൻ സുധീഷിന് മനസ്സില്ല. നമുക്ക് എന്തായാലും ഇതിന് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പ്ലാൻ ചെയ്യുകയാണ്. അതായത് ഒരു ജ്യോത്സ്യരെ പോയി കാണണമെന്നും അദ്ദേഹത്തിനെ കണ്ട് ജാതകത്തിൻ്റെ കാര്യങ്ങളെല്ലാം അറിയണമെന്നും. അങ്ങനെ സുധീഷും ഹരീഷും കൂടെ പോയി ഒരു ജ്യോത്സ്യരെ കാണും. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ആർക്ക് വേണ്ടി എന്തിനാണ് വന്നതെന്നൊക്കെ. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങളുടെ ചേട്ടന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ആളുടെ ജാതകം എന്താണെന്നൊന്ന് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ജാതകം തരാൻ പറഞ്ഞു. ഫലം പറയാമെന്ന് പറഞ്ഞപ്പം അത് പിന്നെ ജാതകം ഉണ്ടാക്കണമായിരുന്നു, മനസ്സിലായില്ല. അത് പിന്നെ അതായത് വീട്ടിൽ ചേട്ടന് പെണ്ണ് ആലോചിക്കുന്നുണ്ടേ. ഇപ്പോൾ ഒരു ബന്ധം ഒത്തു വന്നിട്ടുണ്ട്, പക്ഷെ പെണ്ണ് വീട്ടുകാർക്ക് ജാതകം നിർബന്ധമാണ്. ചേട്ടനാണെങ്കിൽ ജാതകം ഇല്ലേ, അപ്പോൾ ഒരെണ്ണം എഴുതി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനെന്താ, നിങ്ങളുടെ ജ്യേഷ്ഠൻ്റെ പേര്, ജനിച്ച ദിവസം, സമയം ഇതൊക്കെ പറയാൻ പറഞ്ഞു.
അത് പിന്നെ സമയം ദിവസം അറിയാം, പക്ഷെ നേരെ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു സുധീഷ്. നേരെ അറിയാതെ എങ്ങനെ ജാതകം എഴുതും എന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഈ ജാതകം പെർഫെക്റ്റ് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല, ജനിച്ച തീയതി പറയാം, ആ ഒരു തീയതിയിലെ ഏറ്റവും നല്ല നേരം നോക്കി ഒരു ഉഗ്രൻ ജാതകം അങ്ങ് എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള ഒരു ജാതകം, അപ്പോൾ അത് പണി എളുപ്പമായല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പം കല്യാണത്തിന് ഇത് മസ്റ്റാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ വന്നതെന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൻ്റേതായ ഒരു രീതികളുണ്ട്, അത് ലംഘിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾ പറയുന്നത് പോലെ ഒരു നുണജാതകം എഴുതി തരാൻ എനിക്ക് പറ്റത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പോയി നേരെ സമയം ഇതൊക്കെ അറിഞ്ഞിട്ടോ കൃത്യമായ ജാതകം അപ്പോൾ എഴുതി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ സുധീഷും ഹരീഷും അദ്ദേഹത്തെ മാക്സിമം പ്രലോഭിപ്പിക്കാം, പക്ഷേ ഒരു കാര്യവുമില്ല. പക്ഷെ അദ്ദേഹം സമ്മതിച്ചില്ല. ലാസ്റ്റ് നമ്മുടെ സുധീഷ് അറ്റ കൈപ്രയോഗം നടത്തി. അയാൾ തട്ടിപ്പുകാരനാണെന്നും അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ഈ നാട് മുഴുവൻ പറഞ്ഞു പരത്തും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് വേണോ വേണ്ടത് നന്നായിട്ട് ആലോചിക്കുക എന്നൊക്കെ സുധീഷ് ഇരുന്ന് പറയുന്നു. അത് ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ടതാണെന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് അന്നേരം പറയുന്നു, മിണ്ടായിരിക്കും സുധീഷ് ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇതിലെത്ര ആലോചിക്കാനിരിക്കണേ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. ഇനിയിപ്പോൾ നാളെ എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ടാറ്റാ.